ഇപ്പോൾ ഭരണത്തിൽ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞ് എന്താണ് മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള നിലവിലുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമല്ലേ? നല്ല അഭിപ്രായമാണ്. മുഖ്യമന്ത്രി ദൂരത്തൊക്കെ നിർത്തി പഴയ മുഖ്യമന്ത്രിനെ പോലെ അല്ലല്ലോ. 56 കാറും പോലീസുകാരും ബഹളവും എല്ലാം കൂടി ഇപ്പോൾ കണ്ടില്ലേ, ചായ കുടിക്കാൻ കണ്ടില്ലേ? സാധാരണ പോലീസുകാരുടെ കൂടെ ഇരുന്ന് പഴയ മുഖ്യമന്ത്രി ആണെങ്കിൽ ചായ കുടിക്കുമായിരുന്നോ? എങ്ങനെ പോകുമായിരുന്നോ? ഒരു രക്ഷയില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് നല്ലത് തന്നെ. ഒരു മാസമായിട്ടോട്ടുള്ളൂ, തുടർന്ന് നമുക്ക് കാണാനല്ല. വി ഡി സതീശൻ പിണറായിക്ക് ഇല്ലാത്തൊരു കാര്യം വി ഡി സതീശന് ഉണ്ട് പറഞ്ഞാൽ എന്തായിരിക്കും? മനുഷ്യത്വം അത്രേ ഉള്ളൂ. പിണറായിക്ക് മനുഷ്യത്തില്ല. അത് നമ്മൾ കണ്ടാണല്ലോ, വാർത്തയിലും ചാനലിലും എല്ലാം കണ്ടാണല്ലോ പുള്ളിയുടെ പെരുമാറ്റം കണ്ട. സാധാരണ ഒരു കൊച്ചു സാനിറ്റൈസർ അടിച്ചു കൊടുത്തപ്പോൾ തട്ടിക്കളഞ്ഞ കണ്ടല്ലേ നമ്മൾ. അപ്പം തന്നെ അറിയാമല്ല മനുഷ്യത്വം എന്തോ ഉണ്ടെന്നാ പുള്ളിക്കാരന്. വി ഡി സതീശനാ ടോപ്പ് നല്ലത്. എനിക്കിഷ്ടം വി ഡി സതീശനാ. നമുക്ക് ഇങ്ങനെ പാർട്ടിന്നൊന്നുമില്ല. ഭരണം കാഴ്ചവെക്കുന്ന ആരാണോ അവരെ നല്ലത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് ED വന്നിട്ടുണ്ടായിരുന്നു പിണറായിയുടെ വീട്ടിൽ. എന്നിട്ട് വീണ വിജയനാണ് ഇപ്പോൾ നിലവിൽ ED പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അക്കൗണ്ടൊക്കെ നോക്കുക. അതിൽ തത്തയാട്ടൻ എന്താ വിശ്വസിക്കണത്? ഏതാണ് വീണ വിജയൻ്റെ ഇതിൽ വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും ED വന്നേക്കണത്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ല, എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞല്ല. അപ്പോൾ മോളുടെ അടുത്തല്ല വന്നേക്കണത്, മോളെ അന്വേഷിക്കാനല്ല വന്നേക്കണത്. കാശ് സത്യാവസ്ഥ കൊണ്ടുവരുമല്ലേ. ഏതായാലും ED അന്വേഷിക്കാൻ സമ്മൻസൊക്കെ അയച്ചിട്ടുണ്ടല്ലോ. ഇന്ന് ഹാജരാകണമെന്ന് പറഞ്ഞേക്കണേ. നിലവിലുള്ള വാർത്തകൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഹാജരായി കഴിഞ്ഞ് തുടർന്ന് നടപടികൾ എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ചേട്ടൻ വിശ്വസിക്കുന്നുണ്ട് അഴിമതി ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ടാകേണ്ട വഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ED വെറുതെ ഒന്നും അന്വേഷിക്കില്ലല്ലോ. ചെന്നിത്തലയെ കുറിച്ച് എന്താണ് അഭിപ്രായം? സൂപ്പർ, അതിനും വലിയ സൂപ്പർ. മുഖ്യമന്ത്രിനെ കാട്ടി സൂപ്പറാണ് ചെന്നിത്തല. ഇത്രയും വർഷം 10 വർഷം ഇരുന്നിട്ട് ഈ ലഹരി മാഫിയക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്താൽ. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്താണല്ലോ. എന്നിട്ട് പോലും പെരുമ്പാവൂർ കണ്ടില്ലേ, എല്ലാത്തിനും തൂത്തുവാരിയല്ലേ. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാ ഹോട്ടലുകളിലും നിരന്തരം പരിശോധനയാണ്. പോലീസ് വണ്ടി 2 വീലറിന് പോകണ ആൾക്കാരെയൊക്കെ പിടിച്ച് പരിശോധിക്കുന്നുണ്ട്. സാധനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറേ പിടിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ തുടർന്ന് അങ്ങോട്ട് പോട്ടെ, ലഹരി ഇല്ലാണ്ടാക്കട്ടെ. ഇവിടെ പിടിച്ച് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഓട്ടോറിക്ഷയിൽ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമുക്കറിയില്ല സാധനം മേടിക്കാൻ പോകണമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ സാധനം മേടിക്കാൻ പോയിട്ട് നമ്മളത് പോലീസിൽ ഇൻഫോർം ചെയ്യാനുണ്ട്. ഇവിടെ ചില ആൾക്കാരൊക്കെ ഓടിച്ചല്ലേ, ഇവിടെയൊക്കെ ലഹരി വിറ്റുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഓടിച്ചല്ലേ പോലീസുകാർ വന്നിട്ട്. മുഖ്യമന്ത്രിയൊക്കെ സൂപ്പറാണ്. ആഭ്യന്തരം പിന്നെ സൂപ്പറല്ലേ, അതിലും സൂപ്പറായിട്ട് വന്നൊക്കെയാണ്. വിജയനാണ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? പ്രതിപക്ഷം എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു മാസത്തിലുള്ള പ്രതിപക്ഷത്തിന്? ഇങ്ങനെ ഇത്രയും വർഷം മുഖ്യമന്ത്രി ആയിരുന്നിട്ട് ഈ പ്രതിപക്ഷത്തിൽ ഇരിക്കേണ്ട എല്ലാ കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ഇപ്പം അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കണം, അതിനൊക്കെ അത്യാവശ്യം നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രതിപക്ഷിക്കാൻ യാതൊരു ഇതില്ല, മാനദണ്ഡങ്ങളും ഇല്ല. അയാൾക്ക് ഇരിക്കാനുള്ള യോഗ്യത ഇല്ല. മനസ്സിലായില്ലേ? പ്രതിപക്ഷത്തിരിക്കാൻ യോഗ്യതയില്ല അയാൾക്ക്, ഇരിക്കാൻ യോഗ്യതയില്ല. വേറെ ആരെങ്കിലും പിടിച്ചിരുത്തണം. 10 വർഷം ഇരുന്നിട്ട് മുഖ്യമന്ത്രി ആയിരുന്നിട്ട് എന്ത് കാണിച്ചു? എന്താ ചെയ്തേക്കണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ജനങ്ങളത് അംഗീകരിക്കൊന്നുമില്ല. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. എനിക്ക് പറയാനുള്ളൂ.